എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ആഴത്തിലുള്ള അറിവുകളെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസത്തെ അഖണ്ഡജ്യോതിയുടെ ഒരു പ്രധാന ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നോക്കൂ, കത്തിച്ചൊരു വിളക്കിന് കത്തിക്കാത്ത മറ്റു വിളക്കുകളെ പ്രകാശിപ്പിക്കാൻ കഴിയും. അതുപോലെ ജ്ഞാനോദയം ലഭിച്ചൊരാത്മാവിന് മറ്റുള്ളവരിലും ആ ജ്ഞാനത്തിന്റെ തിരി തെളിയിക്കാനാകും. ശരിക്കും ഈയൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ച 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കെടാവിളക്ക് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പിന്നെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് കടക്കും. അവിടെ നിന്ന് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം, ആത്മപരിഷ്കരണം, അങ്ങനെ പോകും. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ കടക്കാം. ശരി, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ കെടാവിളക്ക്? നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ അറിവിൻ്റെ അനശ്വരമായ ജ്വാലയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? അതായത് അഖണ്ഡജ്യോതി എന്നത് വെറുമൊരു മാഗസിനല്ല, അതിനപ്പുറം നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു വഴികാട്ടിയാണ്. വെറുതെ കുറേ തത്വങ്ങൾ പറയുക എന്നതിലുപരി നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഓരോ ദിവസവും എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്നുള്ള പ്രായോഗികമായ വഴികളിലാണ് ഇത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ഈ വഴികാട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ അടിത്തറയിലേക്ക് പോകാം. അതായത് ഈ ജ്ഞാനത്തിൻ്റെയൊക്കെ അടിസ്ഥാന ശിലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലക്കത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നൊരു കാര്യമാണ് പ്രാണൻ. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ശ്വാസമല്ല കേട്ടോ. അതിനുമപ്പുറം നമ്മുടെ ഓരോ ഹൃദയമിടിപ്പിനും ഓരോ ചിന്തയ്ക്കും പിന്നിലുള്ള നമ്മളെ എല്ലാവരെയും നിലനിർത്തുന്ന ആ ഒരു പ്രപഞ്ച ഊർജ്ജമുണ്ടല്ലോ, അതാണ് പ്രാണൻ. അപ്പോൾ ഈ പ്രാണശക്തിയെ നമ്മൾ വേണ്ട പോലെ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നോക്കൂ, മാനസികമായി നല്ല വ്യക്തത വരും. നമ്മുടെ ഇമോഷൻ സ്റ്റേബിളാകും. ശരീരത്തിന് നല്ല ഉന്മേഷം തോന്നും. പിന്നെ ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധം. ഇതൊന്നും ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല, എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അതായത് ഒന്ന് മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായും മറ്റേതും മെച്ചപ്പെടും. ശരി, ഇപ്പോൾ നമ്മൾ പ്രാണനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ വെറും തിയറിയായിരുന്നാൽ മതിയോ? പോരല്ലോ. അപ്പോൾ ഈ ആഴത്തിലുള്ള ആശയങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാം, അതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സ്വാധ്യായം, അതായത് സ്വയം പഠനം. ഇത് വെറുതെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന ഏർപ്പാടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. നമ്മളെ തന്നെ ഒരു മാറ്റവുമില്ലാതെ സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുള്ള വളരെ ശക്തമായ ഒരു ടൂളാണിത്. അപ്പോൾ ഈ ആത്മപരിശോധന എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അതിന് വളരെ സിമ്പിളായിട്ടുള്ള 4 സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഒന്നാമതായി ദിവസവും കുറച്ച് സമയം, ശാന്തമായ കുറച്ച് സമയം കണ്ടെത്തുക. എന്നിട്ട് ആ ദിവസത്തെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ ഒന്ന് വിലയിരുത്തുക. മൂന്നാമതായി എവിടെയാണ് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധിക്കുക എന്ന് കണ്ടെത്തുക. എന്നിട്ട് അടുത്ത ദിവസം ആ ഒരു നല്ല മാറ്റം കൊണ്ടുവരുമെന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കുക. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, ആർക്കും ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് കഴിയും. അപ്പോൾ നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അവിടെ നിന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് പോകാം. എന്താണത്? ആത്മപരിഷ്കരണം. ഇവിടെയാണ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നേരിടുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ ഈ അഹംഭാവം അല്ലെങ്കിൽ ഈഗോ, പിന്നെ പലതിനോടുമുള്ള അറ്റാച്ച്മെന്റ്സ്, ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ പറ്റും? ഒരു ആത്മീയപാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലേ? ഈ 2 തരം മാനസികാവസ്ഥകൾ തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കി, ഒരു വശത്ത് നമ്മുടെ വികാരങ്ങൾക്കും ഈഗോയ്ക്കുമൊക്കെ അടിമപ്പെട്ട, എപ്പോഴും പുറത്തുനിന്ന് ആളുകൾ എന്തു പറയും, അവരുടെ അംഗീകാരം വേണം എന്നൊക്കെ ചിന്തിക്കുന്നൊരു മനസ്സ്. മറുവശത്തോ ശാന്തമായ, ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന, ഉള്ളിൽ തന്നെ സമാധാനം കണ്ടെത്തുന്നൊരു മനസ്സ്. സാഹചര്യങ്ങളോട് വെറുതെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നല്ല ബോധത്തോടെ റെസ്പോണ്ട് ചെയ്യുന്ന ഒന്ന്. ഈയൊരു മാറ്റം, ഇതാണ് ആത്മപരിഷ്കരണത്തിന്റെ യഥാർത്ഥ റിസൾട്ട്. ശരി, അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളുടെയൊക്കെ ഒരു രത്നചുരുക്കം എന്താണ്? ഈയൊരു യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഈ ലക്കം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. സ്വയം പഠനത്തിലൂടെ, അതായത് സ്വാധ്യായത്തിലൂടെ. പിന്നെ നമ്മുടെ പ്രാണശക്തിയെ വളർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ആ ഉള്ളിലെ വെളിച്ചമുണ്ടല്ലോ, അത് പിന്നെ നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പടരും. അതാണിതിൻ്റെ ഒരു പൂർണ്ണത. അപ്പോൾ ഈ അറിവുകളൊന്നും കേട്ട് വെറുതെ ഇരിക്കാനുള്ളതല്ല, അല്ലേ? ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
നിങ്ങളുടെ സ്വന്തം പ്രകാശത്തിലേക്കുള്ള ഈ യാത്ര തുടങ്ങാൻ ഇന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ ബോധപൂർവമായ ഒരു കാര്യം എന്താണ്? ഒരുപക്ഷേ അത് 5 മിനിറ്റ് ധ്യാനിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നതായിരിക്കാം. എന്തായാലും ഇന്ന് തന്നെ തുടങ്ങുക. നന്ദി.